നമസ്കാരം. ഇന്ന് SFIയുടെ പഠിപ്പ് മുടക്കായിരുന്നു. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും സമരപരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം സർവകലാശാലയിലേക്ക് നടന്ന കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന ഈ സമരപരിപാടിയുടെ ഭാഗമായിട്ട് നടന്ന പ്രകടനത്തിൽ അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ആ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചത് ഇന്നലെ വി ഡി സതീശനെതിരായി കുറച്ച് കാര്യങ്ങൾ ശിവപ്രസാദ് പറഞ്ഞിരുന്നു. ശിവപ്രസാദ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: താങ്കൾ SFIക്കാരെ ഗുണ്ടകളെന്നും ഗുണ്ടകളുടെ ഒരു നേതൃത്വമാണ് ഇതിനെ നയിക്കുന്നതെന്നും ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറയുകയുണ്ടായി. അതിനെതിരായിട്ടായിരുന്നു ശിവപ്രസാദ്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശിവപ്രസാദ് സംസാരിച്ചത്. ആ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ശിവപ്രസാദ് വി ഡി സതീശനെതിരായും RSSനെതിരായും ഈ സമരങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. വി ഡി സതീശൻ SFIക്കാരെ ഗുണ്ടകളെന്നും ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നതെന്നുമൊക്കെ പറഞ്ഞു വരുത്തുകയുണ്ടായി. എന്താണ് ശിവപ്രസാദ് ചോദിക്കുന്നത്? ഇതാണ്: എന്താണ് ഞങ്ങളെ ഗുണ്ടകളെന്ന് വിളിക്കുന്നതെന്നും ഈ RSSന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ RSSന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരായിട്ടാണ് SFI സമരം ചെയ്യുന്നത്. അപ്പോൾ ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിക്കുന്നത് ഗുണ്ടകളെന്നാണ്. RSSനെ ന്യായീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ പത്രസമ്മേളനത്തിൽ മുഴുവൻ സംസാരിച്ചത്. അപ്പോ ശിവപ്രസാദ് ആ പത്രസമ്മേളനത്തിൽ തന്നെ പറയുകയുണ്ടായി, RSSന്റെ കയ്യിൽ വി ഡി സതീശൻ പണ്ട് വിളക്ക് കൊളുത്തി ഒരു പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രം കാണിച്ചുകൊണ്ടായിരുന്നു അത് പറഞ്ഞിരുന്നത്. അതുപോലുള്ള ചിത്രങ്ങൾ RSSകാരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ഭയമാണോ തങ്ങളെ ഗുണ്ടകളെന്നും ഈ വിദ്യാർത്ഥികളെ മുഴുവൻ ഗുണ്ടായിസമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതെന്നുമായിരുന്നു ശിവപ്രസാദ് പറഞ്ഞു വെച്ചത്. നമുക്ക് ആ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള ശിവപ്രസാദിന്റെ അത്യുഗ്രൻ മറുപടി കൊടുക്കുന്നതിന്റെ ഒരു ദൃശ്യം നമുക്ക് കാണാം. ഇന്നത്തെ സമരം SFIയുടെ സംസ്ഥാന കമ്മിറ്റി പ്രിയപ്പെട്ട കേരളത്തിലെ ഗവർണർ RSSകാരനായ അർലേക്കർക്കും ഒപ്പം RSSന്റെ പ്രിയ ചെങ്ങാതി വാശിയോടെ ഞങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ന് കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചിത്രവും പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഏത് വി ഡി സതീശൻ? ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാൽ. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു. ആ വിളിച്ച ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. SFIക്കാർ ഗുണ്ടാസ് എന്നാണ് അയാൾ വിളിച്ചത്. ബ്ലഡി റാസ്കൽസ് എന്നയാൾ വിളിച്ചു. പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ, പ്രിയപ്പെട്ട വി ഡി സതീശ, പ്രിയപ്പെട്ട ആർലേക്കറെ, പ്രിയപ്പെട്ട RSSകാരെ, RSSനെതിരെ സമരം ചെയ്യുന്ന നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾ RSSനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾ RSSനെതിരായിട്ടാണ് പോരാട്ടം നയിക്കുന്നത്. ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ചാക്ഷേപിച്ചാലും ഒരിഞ്ച് ഞങ്ങൾ പുറകോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആർലേക്കർ ഈ കേരളത്തിലെ ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത്
ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നൊരു മുദ്രാവാക്യം SFI-കാരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാനറിൽ എഴുതി വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ്. അപ്പോൾ SFI പ്രതികരിച്ചു, ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം. ഇവിടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞൊന്നും ഞാനിലേക്ക് കടക്കുന്നില്ല. ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച SFI-കാരന് VD സതീശന്റെ പേര് ഗുണ്ട എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. പിന്നീട് രാജേന്ദ്ര അർലേക്കർ ചെയ്യേണ്ട RSSന്റെ ഏത് ചിഹ്നം? VD സതീശൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവും എടുത്ത് കേരളത്തിൽ തെക്കുവടക്ക് വടക്കാൻ തുടങ്ങി. അപ്പൊ SFI പറഞ്ഞു ഇത് RSSന്റെ ചിഹ്നമാണ്. ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇത് RSSന്റെ ചിഹ്നമാണ്. VD സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ്. ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ചിഹ്നമാണ്. അങ്ങനെ RSSന്റെ ചിഹ്നത്തെ, ഏത് ചിഹ്നത്തെ? മനുഷ്യനെ തല്ലിക്കൊല്ലാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ, മനുഷ്യനെ വിഭജിക്കാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ RSS പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ SFI-കാരനെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ നിങ്ങൾ ഗുണ്ട എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതനിരപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക്, ഏത് സെനറ്റുകളിലേക്ക്? നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരേണ്ട സെനറ്റുകളിലേക്ക് പിൻവാതിലൂടെ, ബാക്ക്ഡോറിലൂടെ, ആകാശത്തൂടെ ഓടിപൊളിച്ച് RSSകാരെ അകത്ത് കയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത SFI-കാരൻ VD സതീശന്റെ ഭാഷയിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ ഞങ്ങൾ SFI-കാർ പുറം വാതിലൂടെ കയറ്റുന്ന BJP-കാർക്കെതിരെയുള്ള ഗുണ്ടയാണ് എന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കാരണവശാലും കൈപ്പിടിയാക്കാൻ കഴിയാത്ത RSSന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക്, ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് RSSകാരെ ഭിന്നിപ്പിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറെയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളുടെ പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ RSSകാർ നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ SFI-കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി, ഏത് കസേര? എന്നും രാവിലെ എണീക്കുമ്പോ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ്. ആര്? ഈ RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്കെത്തിക്കുന്ന മനുഷ്യൻ. ആ സ്വപ്നം, ഏത് സ്വപ്നം? ഒരു കസേര. ഏത് കസേര? കേരളത്തിലെ മുഖ്യമന്ത്രി കസേര. ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി RSSന് പാദചേവ ചെയ്യുന്നയാളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ്ങ് ഇന്നലെ മാറി, ഇനിയെങ്കിലും മാറരുത് എന്ന് SFI-കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ RSSകാരന് വേണ്ടി പാദസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നുമാകാൻ പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ, ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ, ഞങ്ങളെ ആക്രമിച്ചോ, ഞങ്ങളെ അധിക്ഷേപിച്ചോ, പക്ഷേ ഞങ്ങൾ RSSനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റുകൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ദയവ് ചെയ്ത് അങ്ങ് തയ്യാറാവരുത്. ഞങ്ങൾ അങ്ങേ ഉപദേശിക്കാനൊന്നും ആളല്ല, പക്ഷേ അങ്ങയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിട്ടിരിക്കുകയാണെന്ന് KSU കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ആ പോസ്റ്റർ വേറൊന്നും വരുന്നില്ല, ഗവർണർ പോലാണ്. എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് RSS എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുലക്ക് കാണിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ KSUവിനെ അംഗീകരിക്കുമായിരുന്നു. കേരളത്തിലെ ഗവർണർ RSSകാരനാണ് എന്നൊന്ന് തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത, മുട്ടിരിക്കുന്ന ഒരൊറ്റ KSUകാരൻ ഈ കേരളത്തിൽ മതനിരപേക്ഷതയെ പറ്റി മിണ്ടിപ്പോകരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും, ഈ പോരാട്ടം ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും. പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷനോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ
മോശമായി പോകുമെന്നുള്ളതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഞങ്ങളാരും അർണോട്ടുകാരൊന്നുമല്ല, വലിയ മുസൽമാന്മാരല്ല. ഞങ്ങളാരും ജിമ്മിലൊന്നും രാവിലെ അതിരാവിലെ പോയി മസിലൊന്നും പിടിപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് പാരമ്പര്യമായി കിട്ടിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം. ഇനി മുഴുവൻ ശക്തിയും എടുത്ത് ഞങ്ങളെ പ്രതിരോധിക്കാൻ ഗവർണറുടെ വാക്കും കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ നീ ഈ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും ഞങ്ങൾ അതിനെയെല്ലാം പ്രതിരോധിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കും. ഈ ബാരിക്കേഡ് എന്തിനാ മറിച്ചിട്ടെന്നറിയോ? ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ. രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പോൾ SFI തീരുമാനിച്ചിട്ടില്ല. ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം ഐതിഹാസികമായി നാം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് RSSനെതിരായ യുദ്ധമാണ്. ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ്. ഇത് രാജ്യത്തെ മതനിരപേക്ഷ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം കേരളത്തിലെ SFI സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടി ചുരുട്ടി വിളിച്ച് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സംഘടിപ്പിക്കുന്നത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചിത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ചിത്രം കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയാഭിവാദ്യം. പ്രതിപക്ഷ നേതാവ് SFIക്കാരെ ഗുണ്ടകളെന്നാണ് വിളിച്ചത്. ആ ഗുണ്ടകളെന്ന് വിളിച്ച അതിന്റെ അർത്ഥം മനസ്സിലാക്കി ശിവപ്രസാദ് പറഞ്ഞത്, നിങ്ങൾ ഗുണ്ടകളെന്നാണ് ഞങ്ങളെ വിളിക്കുന്നതെങ്കിൽ വി ആർ ഗുണ്ടാസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. RSSനെതിരായി പ്രതികരിക്കുന്ന ഞങ്ങളെല്ലാം ഗുണ്ടകളാണെങ്കിൽ ഞങ്ങൾ ഗുണ്ടകൾ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. RSSനെതിരായിട്ടുള്ള ഈ പ്രതികരണം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി നടന്ന ഈ പ്രതിഷേധ സമ്മേളനത്തിലാണ് ഈ പ്രസംഗം നടത്തിയത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും RSSന്റെ നയങ്ങളുമായി മുന്നോട്ട് പോയാൽ ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് SFI സംഘടന പറഞ്ഞു വെച്ചിരിക്കുന്നത്.